ഹായ് എവ്രി വൺ, എൻ്റെ പേര് അപർണ. ഞാൻ ബ്രില്യനിലെ 23-24 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ ബ്രില്യനിൻ്റെ കൊല്ലം സെൻറ്ററിലെ M3 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ സെൻറ്റർ ഹെഡ് രഞ്ജിത്ത് സാറും ക്ലാസ് ടീച്ചർ ഗായത്രി മിസ്സും ആയിരുന്നു. നീറ്റ് 2024 എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു. അതിന് ഞാൻ ദൈവത്തോടും എൻ്റെ ഫാമിലിയോടും ടീച്ചേഴ്സിനോടും നന്ദി പറയുന്നു. നീറ്റ് 2024 എനിക്ക് നല്ല രീതിയിൽ കൂളായും കോൺഫിഡൻ്റായും എഴുതാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ബ്രില്യൻ സ്റ്റഡി സെൻ്ററാണ്. ബ്രില്യനിൻ്റെ ക്ലാസ്സസ്, മെറ്റീരിയൽസ്, അവരുടെ മെൻറ്റർ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ്, റെഫറൻസ് സെഷൻസ്, ലേണിംഗ് ആപ്പ്, വീക്ക്ലി എക്സാംസ്, എല്ലാത്തിനും ഉപരിയായി ബ്രില്യനിൻ്റെ മോഡൽ എക്സാംസ്, ഇവയെല്ലാം എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. എൻ്റെ സെൻറ്ററിൻ്റെ ഡയറക്ടർ സന്തോഷ് സാറായിരുന്നു. സന്തോഷ് സാർ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങളെ വന്ന് കാണുകയും ഞങ്ങൾക്ക് വേണ്ട ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ സന്തോഷ് സാറിനെ കൂടാതെ ജോർജ് സർ, സ്റ്റീഫൻ സർ, സെബാസ്റ്റ്യൻ സർ, ഇവരൊക്കെ ഓൺലൈൻ മീറ്റിങ്ങിൽ കൂടെ ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കോർഡിനേറ്റർ പ്രദീപ് സാറായിരുന്നു. പ്രദീപ് സാറ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സെൻറ്ററിലും ഹോസ്റ്റലിലും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ഓരോ ഫേസിലും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും കൃത്യമായി ഗൈഡ് ലൈൻസ് തരുമായിരുന്നു. തിയറി ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് ക്ലാസ്സുകളുടെ ഇമ്പോർട്ടൻസും അതിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻസും നമ്മുടെ വീക്ക്ലി എക്സാംസ് എഴുതേണ്ട ആവശ്യകതയും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പിന്നെ മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് ഓരോ യൂണിറ്റും കവർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഓരോ പോർഷൻസ് തീർക്കേണ്ടതെന്നും പിന്നെ ലാസ്റ്റ് 1 month ഒക്കെ ആയപ്പോൾ നമ്മൾ OMRൽ എന്തുമാത്രം ശ്രദ്ധിക്കണം, ഒരു എക്സാം ഹാളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇരിക്കേണ്ടത്, അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും ഇച്ചിരി ഒരു ടൈം ഡിലേ ഉണ്ടായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനും നീറ്റ് നന്നായി എഴുതി തീർക്കാനും സാധിച്ചു. അതിന് ഞാൻ ബ്രില്യൻറ്റിനോടും ദൈവത്തോടും നന്ദി പറയുന്നു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാമായിരുന്നേ, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ് ഞങ്ങൾക്ക് ബ്രില്യൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇനി അഥവാ നമുക്കൊരു ക്ലാസ് മിസ്സാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് തോന്നുകയോ ഒക്കെ വന്നാൽ ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പിൽ ഏത് ക്ലാസ്സും ഏത് സമയത്തും ഏത് ചെറിയ പോർഷൻ വേണമെങ്കിലും നമുക്ക് വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യാനും അത് നോക്കാനും ആ ക്ലാസ് കാണാനും പല വർഷങ്ങളിലായി പല പ്രൊഫസർമാരെടുത്ത ക്ലാസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായാൽ പോലും നമ്മളത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ അതിലുള്ള പല ലെവൽസ് ഓഫ് എക്സാംസ്, ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ ഡിസ്കഷൻ ഫോറം, മോഡൽ എക്സാംസ്, പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് എല്ലാം വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രൊഫസർമാരെടുത്ത ക്ലാസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായാൽ പോലും നമ്മളത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ അതിലുള്ള പല ലെവൽസ് ഓഫ് എക്സാംസ്, ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ ഡിസ്കഷൻ ഫോറം, മോഡൽ എക്സാംസ്, പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് എല്ലാം വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിലാണ് നിന്നത്. എൻ്റെ വാർഡന്മാർ റോസ്മേരി മിസ്സും ലിഡിയ മിസ്സും ആയിരുന്നു. ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് അവരുടെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ അവർ അടുത്ത് വന്ന് സംസാരിക്കുകയും നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു 2 മിസ്സുമാരും എനിക്ക്. അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഇത്ര കൂളായി എനിക്ക് നീറ്റിന് എഴുതാൻ പറ്റിയത്. ഒരു എൻട്രൻസ് ഫേസിലൂടെ കടന്നു പോകുന്ന ആ ഒരു സ്ട്രെസ്സൊന്നും എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബ്രില്യൻറ്റിൻ്റെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവാറുണ്ട്. അതിന് മുമ്പത്തെ ആഴ്ച പഠിപ്പിച്ച് തീർത്ത പോർഷൻസിനെ ബേസ് ചെയ്തുള്ള വീക്ക്ലി എക്സാംസ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഇനി എന്തൊക്കെയാണ് എന്തുമാത്രം പഠിച്ചു, ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടേക്കാണ് നമുക്ക് തെറ്റ് വന്നത് എന്നൊക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ തിരുത്തി ആ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇനി അതെങ്ങനെ വരുത്താതിരിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് എടുത്തു പറയേണ്ടതാണ്. ലാസ്റ്റ് ഞങ്ങൾക്ക് ജനുവരി ക്യാപ്പ് പോർഷൻസ് തീർന്നിരുന്നു. അപ്പോൾ ഫെബ്രുവരി തൊട്ട് മോഡൽ എക്സാംസ് തുടങ്ങി. ആദ്യം യൂണിറ്റ് വൈസ്, പിന്നെ കമ്പൈൻഡ് യൂണിറ്റ്, പിന്നെ ഓൾ യൂണിറ്റ്, അങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും അതോടൊപ്പം അതിലുള്ള അറിവും നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പല ടൈപ്പ് എക്സാംസ്, ചില എക്സാംസ് വളരെ എളുപ്പമായിരിക്കും, ചില എക്സാംസ് കുറച്ച് ലെവൽ കൂടിയതും കുറച്ച് ടഫും ആയിരിക്കും, ചിലത് മോഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നീറ്റ് ലെവലിലൊക്കെ നമുക്ക് എക്സാംസ് വരും. അപ്പോൾ പല ലെവൽസ് ഓഫ് എക്സാംസ് എഴുതുന്നതിലൂടെ എങ്ങനെയുള്ളൊരു നീറ്റ് എക്സാം വന്നാലും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഓരോ എക്സാംസിലും നമുക്ക് വരുന്ന മിസ്റ്റേക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം ആ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് വന്നത്, കെയർലെസ് മിസ്റ്റേക്ക് ആണോ അതോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോ അതോ കൺസെപ്റ്റ് അറിയാത്തതിലുള്ള മിസ്റ്റേക്ക് ആണോ, എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് ഉണ്ടായതെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുൻപോട്ട് പോകുമ്പോഴാണ് ശരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നീറ്റിന് ഒരു 3-4 ദിവസം മുമ്പ് നടന്ന ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമിൽ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റി. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഞാനത് നോക്കിയപ്പോൾ
എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ എഴുതി വെച്ചു. നീറ്റ് എക്സാമിൽ അതേ ക്വസ്റ്റ്യൻ അതുപോലെ വന്നു. അപ്പോൾ അന്ന് എനിക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യം, ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. പക്ഷേ ഇൻ കേസ് ഞാനത് തെറ്റിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ തെറ്റിച്ചിട്ട് ഞാൻ നോക്കിയില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എക്സാം ഹാളിലിരുന്ന് വീണ്ടും ഒരുപാട് സമയം അങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് നമ്മുടെ മിസ്റ്റേക്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ലെസൺ. അതിൽ നിന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോവുക. പിന്നെ നീറ്റ് 2025 എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക. ഇതൊരു ലോങ് ജേണിയാണ്. റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, ലോങ് ടേം ആയിക്കോട്ടെ, നമുക്കിതൊരു വലിയ ജേണിയാണ്. അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ മാർക്ക് നല്ല രീതിക്ക് കൂടും, ചിലപ്പോൾ ഒരുപാട് കുറയും. അതിലൊന്നും ഒരുപാട് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യാതെ നമ്മുടെ വർക്കിൽ വിശ്വസിക്കുക, എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കാരണം നമ്മൾ മെൻ്റലി വീക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോകുമ്പോഴാണ് ശരിക്കും നമ്മളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുക. ഓരോ ടോപ്പിക്കും അന്ന് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. മാക്സിമം കവർ ചെയ്ത് വീക്ക്ലി എക്സാംസിലൂടെ കവർ ചെയ്യുക. വീക്ക്ലി എക്സാംസിൽ കവർ ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് അതിനുള്ള മോഡൽ എക്സാംസിലൊക്കെ ആകുമ്പോഴത്തേക്കും കവർ ചെയ്ത് മാക്സിമം തീർത്ത് ബ്രില്യൻറ്റിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. കാരണം ബ്രില്യൻറ്റ് നമുക്ക് തരുന്നത് അത്രയും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ്. നമ്മൾ ബ്രില്യൻറ്റിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു ടെൻഷനും കൂടാതെ, ഒരു ബാക്ക്ലോഗ്സും കൂടാതെ നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനോടൊപ്പം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. കാരണം ലാസ്റ്റ് ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററും ഓരോന്നായി എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ചെയ്ത് നോക്കാനോ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സും ഇക്വേഷൻ ബുക്സും പിന്നെ നമ്മുടെ മിസ്റ്റേക്ക് ബുക്കും ഉണ്ടാകുമ്പോൾ നമുക്കതിൽ മാക്സിമം തെറ്റ് വന്നതൊക്കെ മനസ്സിലാക്കി അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ആ ഒരു ചെറിയ ടൈം പീരീഡിൽ തന്നെ നമുക്ക് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ഇക്വേഷൻ ബുക്കോ ഷോർട്ട് നോട്ട് ബുക്കോ ഒക്കെ ഉണ്ടാക്കുക. കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ഇതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ടെക്സ്റ്റ് ഒരു തവണയെങ്കിലും വായിക്കുക. ഓർഗാനിക് കെമിസ്ട്രി പേടിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഏറ്റവും അധികം കുട്ടികൾക്ക് ഓർഗാനിക് കെമിസ്ട്രി പാടാണെന്ന് പറയുന്നതിന് കാരണം അതിനെ അവർ പേടിക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും ഓർഗാനിക് കെമിസ്ട്രിയെ പേടിക്കാതിരിക്കുക. ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ഒരുപാട് കാണാപ്പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തറോ ആയിട്ട് ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാം ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പി ബ്ലോക്കൊക്കെ ഓരോ ഗ്രൂപ്പൊക്കെ ആയിട്ട് തിരിച്ച് ഒരു ദിവസം ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിക്ക് പഠിച്ചാൽ കുറച്ചും കൂടെ ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ ബയോളജി ടെക്സ്റ്റ് വായിക്കുക, ടെക്സ്റ്റ് വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോ വേർഡും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വാക്കൊക്കെ ആയിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചോദിക്കുക. അപ്പോൾ ടെക്സ്റ്റ് മാക്സിമം നന്നായിട്ട് വായിക്കുക. പിന്നെ നമ്മുടെ മിസ്റ്റേക്സ് ഓരോ എക്സാം കഴിയുമ്പോഴും ആ എക്സാംസിൽ ഏതൊക്കെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുന്നതിനെക്കാട്ടി നമുക്ക് ഒരു തെറ്റ് വരുമ്പോൾ ആ തെറ്റ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്താൻ നമുക്ക് കഴിയും. അപ്പോൾ മിസ്റ്റേക്സ് വരുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ മാർക്ക് കുറയുമ്പോൾ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഡിപ്രസ്ഡ് ആവുകയോ ചെയ്യാതിരിക്കുക. കാരണം അത് അതാണ് ഏറ്റവും മാർക്ക് കുറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായി തിരുത്താൻ പറ്റുന്നത്. അതിനെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് മോട്ടിവേഷനായിട്ട് എടുത്ത് മുൻപോട്ട് പോവുക. നമ്മുടെ മാർക്ക് നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നതിനോളം ജസ്റ്റ് ഒരു മെഷർ മാത്രമാണ്. അപ്പോൾ മാക്സിമം നെഗറ്റീവ് വന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്താൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ വർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുക. ഒരു ദിവസം ഞാൻ 16-17 മണിക്കൂർ പഠിച്ചു, അടുത്ത ദിവസം 4-5 മണിക്കൂറേ പഠിച്ചുള്ളെങ്കിൽ അതൊരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് അല്ല. നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ എത്ര നേരം പഠിച്ചു എന്നുള്ളതിലല്ല, എത്ര നന്നായി പഠിച്ചു എന്നതിലാണ് കാര്യം. അപ്പോൾ മാക്സിമം ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഹെൽത്ത് നോക്കുക. കാരണം നമുക്ക് ഹെൽത്ത് വൈസ് വീക്ക് ആകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക. കൂളായിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നത്, ചിലപ്പോൾ അത് പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ പാരൻസുമായിട്ട് സംസാരിക്കുന്നതാവാം, അതിനൊക്കെ സമയം കണ്ടെത്തുക. കാരണം അതൊരിക്കലും ഒരു വേസ്റ്റ് അല്ല. കാരണം നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിരിക്കുമ്പോഴേ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നീറ്റ് 2025 എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദ എക്സാംസ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.